ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണേ. ഈ ഒരു മീൻ നമ്മൾ അന്ന് ഫ്രീസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മീൻ ക്ലീൻ ചെയ്ത് ഫ്രീസ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ ഇതേ നോക്കിക്കാൻ നമുക്ക് മാങ്ങ ഇട്ടാണ് വെക്കുന്നത്. മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, പിന്നെ തേങ്ങയുടെ ഒരു മുറി ഭാഗം, അതായത് തേങ്ങയുടെ പകുതി നമ്മൾ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരയ്ക്കുന്നുണ്ട്. നമ്മൾ പല ടൈപ്പിൽ എങ്ങനെ മീൻകറി ഉണ്ടാക്കാം, മുളകിട്ട മീൻകറി, ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി, ഇതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. നിങ്ങളിതെല്ലാം പോയി കാണണേ. ഓരോ ടൈപ്പും വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഓരോ മീൻകറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നോക്കൂ. അപ്പോൾ നമ്മുടെ അരപ്പ് ഒരുപാട് മഷി പോലെ അരച്ചു കൊണ്ടുവരരുത്. വളരെ കണ്ടോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരച്ചു കൊണ്ടുവരാവേ. പിന്നെ നമ്മളിതേ ആ മിക്സിയിലുള്ള എല്ലാം നമുക്ക് അരപ്പൊന്നും കളയരുത് കേട്ടോ. ആ മിക്സിയൊക്കെ നമുക്ക് ഒന്ന് ജാറൊക്കെ ഒന്ന് കഴുകി നമുക്ക് വീഴ്ത്താവേ. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അതായത് അംബാലയിലുള്ള പല ടൈപ്പ് ഓഫ് ബാംഗിൾസ്, കുപ്പിവളകളുടെ കളക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇനിയും അത് കാണാനുണ്ട്. വളരെ ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. അതെല്ലാം നിങ്ങൾ പോയി ഒന്ന് കണ്ടിട്ട് കമൻറ്റ് പറയണേ. അത് കഴിഞ്ഞ ശേഷം ഇതേ നോക്കി നമ്മൾ മീൻകറിയിലോട്ട് വരാം. നമ്മളപ്പോൾ അരപ്പിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് നമ്മുടെ കഴുകി ക്ലീനാക്കി വെച്ചേക്കുന്ന മീനും കൂടെ ഇട്ട് നമുക്കൊന്ന്, പിന്നെ ഈ മാങ്ങയുടെ കാര്യം പറയുമ്പോൾ പുളിപ്പുള്ള മാങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ വേണം. നമ്മളിവിടെ പുളി ഉപയോഗിക്കുന്നില്ല, പുളിക്ക് പകരം മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുളിയുടെ അതായത് മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങയുടെ അളവ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പുളിയായിപ്പോൾ ചിലപ്പോൾ പുളി കാണില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇടത്തരം പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു മാങ്ങ, ഒരു അത്യാവശ്യം ഒരു ആവറേജ് മാങ്ങയാണ്, അത് നമ്മൾ ഫുള്ളും അത് എടുത്തിട്ടുണ്ടേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാവേ. ആവശ്യത്തിന് മാത്രം വെള്ളം വീഴ്ത്തുക. നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച മീനായതുകൊണ്ട് നമുക്ക് എത്ര തണുപ്പ് മാറിയാലും നമ്മുടെ ആ മീനിന് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാ നോക്കും, നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. ഒരുപാടിട്ട് നമ്മൾ ഇളക്കരുത്, കാരണം നമ്മുടെ മീൻ നൊത്തോലിയൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്കൊന്ന് അരപ്പിനെ ഒന്ന് മുകളിലോട്ടും താഴോട്ടും ഒന്ന് ജസ്റ്റ് ഈ സമയത്ത് നിങ്ങളുടെ ഉപ്പൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ മീൻകറി നല്ല പോലെ തിളച്ചിതേ വെന്ത് വന്ന് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ചാറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റത്തെ ഒരു പൊടിക്കൈയാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.